ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ സെക്യൂരിറ്റി ബാങ്കിന് ആവശ്യമുള്ള മിനിമൽ സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം സെക്യൂരിറ്റി എൻ്റെ കയ്യിലുള്ളതും എൻ്റെ പെങ്ങളുടെ കയ്യിലുള്ളതും എൻ്റെ നാട്ടുകാരുടെ കയ്യിലുള്ള സെക്യൂരിറ്റി വെച്ചിട്ട് അവസാനം ഒരു പ്രശ്നത്തിലേക്ക് പോകരുത്. നമ്മൾ ബാങ്കിനെ പറ്റിക്കാനല്ലല്ലോ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ബിസിനസ് ചെയ്ത് ബാങ്കും അതിൻ്റെ ഒരു പാർട്ണർ അതിന് പലിശ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പരമാവധി സെക്യൂരിറ്റി കുറച്ച് കൊടുക്കാൻ നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കും ഒരു മോശം കാലഘട്ടം വരുമ്പോൾ ഈ സെക്യൂരിറ്റി വെച്ച് വേറെ സ്ഥലത്ത് നിന്ന് ലോൺ എടുത്തിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. അത് ആ ഉദ്ദേശം മാത്രമേ ഉള്ളൂ എനിക്ക്. ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നല്ല കാലത്തിരിക്കുമ്പോൾ ചെയ്ത സമയത്ത് അനിയൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും സാഹചര്യം വന്നാൽ പിന്നെ അവസാനം അനിയനായിട്ട് തെറ്റേണ്ടി വരും, അല്ലേ, പെങ്ങളായിട്ട് തെറ്റേണ്ടി വരും. അപ്പോൾ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി, ഞാൻ എപ്പോഴും പറയും, എൻ്റെ സ്വന്തം പ്രോപ്പർട്ടി, നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടി വയ്ക്കി. അങ്ങനെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, ഇഷ്ടംപോലെ ബാങ്കുകളുണ്ട്. ഇപ്പോൾ 10 കോടി വരെ ലോൺ എടുക്കാനായിട്ട് സെക്യൂരിറ്റി ഒന്നും വേണ്ട, ഏത് CGTMC ലോൺ പ്രകാരം. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വരുന്ന രജിസ്ട്രേഷനുള്ള 20 കോടി വരെ നമുക്ക് എടുക്കാൻ പറ്റും.